പാപമോചനത്തിൻ്റെ 10 അവസാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം ഈ പാപമോചനത്തിൻ്റെ വഴികൾ നിലനിന്ന് കിട്ടാൻ ഈ വിശുദ്ധ രാവിൽ പ്രത്യേകമായ ചില കാര്യങ്ങൾ നമുക്ക് പങ്കുവച്ചാലോ? നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ചെയ്യുന്ന നമ്മളൊന്ന് ഫീലിംഗ് അതിലേക്ക് കൊടുത്താൽ, നമ്മുടെ മൈൻഡ് ഒന്ന് കണക്ട് ചെയ്താൽ നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലളിതമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നടക്കുക. അതുപോലെ ജമാഅത്തിന് വേണ്ടി, നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക. നിസ്കാരം കഴിഞ്ഞാൽ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക. നമ്മൾ പിരിയുന്ന സമയത്തും കണ്ടുമുട്ടുന്ന സമയത്തും മുഅ്മിനീങ്ങൾ തമ്മിൽ മുസാഫഹത്ത് ചെയ്യുക. നമ്മളെല്ലാ കാര്യങ്ങൾക്കും വുളു എടുക്കാറുണ്ട്. വുളു എന്നത് പാപമോചനത്തിനുള്ള വലിയ വഴിയാണ്. വുളു എടുക്കുമ്പോൾ തന്നെ വുളു സുന്നത്തുകൾ പാലിച്ച് മുഖം, കൈ, കാല് തുടങ്ങിയവ അവയവങ്ങൾ നീട്ടിക്കൈകി ഒക്കെ വുളു ചെയ്യുമ്പോൾ പാപമോചനം പ്രത്യേകമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നിത്യവും ചെയ്യുന്ന ഇത്തരം വിഷയങ്ങൾ നമ്മുടെ പാപമോചനത്തിന് കാരണമാണ് എന്ന് പറഞ്ഞാൽ, നമ്മളിൽ നിന്ന് വന്നുപോയ ഹറാമുകൾ പൊറുക്കാൻ കാരണമാണ് എന്ന് പറയുമ്പോൾ, ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് മൈൻഡ് കൊടുത്ത് നിത്യമായും ചെയ്യുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചാൽ ഏറെ ഉപകാരപ്പെടും. ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ഉണ്ടാവട്ടെ.